ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയുടെ ഒരു ഹെഡിങ്ങിൽ ഞാൻ കണ്ടേ, സർവത്ര മായം. ഇതാണ് തലക്കെട്ട്. അതിന് താഴെ നമ്മളിങ്ങനെ ഭക്ഷണം വിശ്വസിച്ച് വാങ്ങി കഴിക്കും. ഇതാണ് അതിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളോട് ആരാ വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞോ? രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ആദ്യമായിട്ടാണോ ഇത്തരം വാർത്തകൾ കാണുന്നത്? അപ്പോൾ രണ്ടിനും ഉത്തരം അല്ല. നമുക്ക് സുപരിചിതമായ കാര്യമാണിത്. ഫുഡ് അഡൾട്രേഷൻ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യമാണ്. ഭക്ഷണത്തിൽ മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുലഭമായി എന്നുള്ള രീതിയിൽ തന്നെ നടന്നു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ വേറൊരു വശം എന്താ വെച്ചാൽ, ഈ സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, ഫുഡ് ഇൻസ്പെക്ടർ എന്താ ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, നമ്മൾ അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു ചോദിക്കുന്ന നേരം കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഒരു സൈഡിൽ ചിന്തിക്കാം. അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ, ഓരോ രൂപയും നമ്മളുടെ ആരോഗ്യത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ അനാരോഗ്യമായ രീതിയിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കുന്നത് നമുക്ക് റോളില്ലേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും വാങ്ങിക്കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ഹൈ ഡിമാൻഡ് വെക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വളർന്ന് പന്തലിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇതിൻ്റെ പുറകെ പോകുന്നു, അപ്പോൾ അതിനുള്ള അവസരങ്ങൾ കൂടുന്നു, അല്ലേ? നമ്മളെ ജനങ്ങളിൽ ആരോഗ്യബോധം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ, താങ്ക് യു.